ഹലോ മക്കളെ, അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ നമ്മൾ എ ടു സെറ്റ് കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരെ കാര്യത്തിലേക്ക് വരാം. എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിലാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ആദ്യത്തെ കാര്യം എന്താണ് ഒരു ആറ്റം, എന്താണ് ഒരു മോളിക്യൂൾസ്, എന്താണ് ഒരു കോമ്പൗണ്ട്സ്. ഈ മൂന്നെണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഞാനിവിടെ ഒരു ആറ്റം എഴുതുന്നു, ദാറ്റ് ഈസ് ഏതാണ്, കാൽസ്യം Ca. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു മോളിക്യൂൾസ് അഥവാ തന്മാത്ര എഴുതുന്നു, ദാറ്റ് ഈസ് H2. ഇവിടെ ഞാനൊരു കോമ്പൗണ്ട് എഴുതുന്നു, ദാറ്റ് ഈസ് H2O. എന്തുകൊണ്ടാണ് ഇത് ഒരു ആറ്റം ആയിട്ടും ഒരു മോളിക്യൂൾസ് ആയിട്ടും ഒരു കോമ്പൗണ്ട്സ് ആയിട്ട് പറയാൻ കാരണം? മക്കളെ, ഇവിടെ ഒരു കാൽസ്യം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ഒരാൾ മാത്രമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആറ്റം. വളരെ സിമ്പിൾ. ഓക്കെ, ഇനി എന്താണ് ഒരു മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ രണ്ടാളുകളെ നിങ്ങൾ കാണുന്നുണ്ട്. രണ്ടാളുകളോ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്. നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇപ്പോ O3 എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾസ് ആണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? രണ്ടോ അതിൽ കൂടുതലോ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ്. ഒന്നുകൂടി ഞാൻ പറയാണ്, ഒരാൾ മാത്രമാണെങ്കിൽ ആറ്റം, ഇനി രണ്ടോ അതിൽ കൂടുതലോ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മോളിക്യൂൾസ് അഥവാ തന്മാത്ര എന്ന് പറയുന്നത്. ഇനി കോമ്പൗണ്ട്സ് അഥവാ സംയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യത്യസ്തമായ ആറ്റങ്ങൾ ഉണ്ടാവുക. ഇവിടെ നോക്കൂ, ഇവിടെ ഹൈഡ്രജനെ നിങ്ങൾ കാണുന്നില്ലേ? എടാ, എണ്ണമല്ല ചോദിച്ചതാ, ഇവിടെ ഹൈഡ്രജനെ കാണുന്നില്ലേ? ഇനി ഇവിടെ ഓക്സിജനെ കാണുന്നില്ലേ? രണ്ട് വ്യത്യസ്തമായ ആറ്റങ്ങൾ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിക്കണം. ഇപ്പൊ CO2, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ കാർബണിനെ കാണുന്നില്ലേ, ഓക്സിജനെ കാണുന്നില്ലേ? രണ്ട് വ്യത്യസ്തമായ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിനെ നിങ്ങൾ എന്ത് വിളിച്ചോ? കോമ്പൗണ്ട് എന്ന് വിളിച്ചോ, സംയുക്തം എന്ന് വിളിച്ചോ. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? അപ്പൊ ആറ്റം എന്താണ്, തന്മാത്ര അഥവാ മോളിക്യൂൾസ് എന്താണ്, സംയുക്തം അഥവാ കോമ്പൗണ്ട് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് പഠിക്കുന്നതും. റെഡി? അങ്ങനെ നമ്മൾ ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയിലേക്ക് വരും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു 2 മാർക്കിനും അതേപോലെ തന്നെ 3 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഡാൾട്ടന്റെ അറ്റോമിക് സിദ്ധാന്തം. ഇതിനെപ്പറ്റി ഡാൾട്ടൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആറ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓൾ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ഭൂമിയിലെ സർവ്വചരാചരങ്ങളും അഥവാ മാറ്റേഴ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചെറിയ ചെറിയ കണികകൾ കൊണ്ടാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ആറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മൂലകം, ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എല്ലാ ആറ്റങ്ങളും ഒരേപോലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ആ ലിസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അത് കാണാപ്പാഠം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാപ്പാഠമല്ല, അത് നിങ്ങൾ ജസ്റ്റ് വായിക്കുക. എന്നിട്ട് അത് പരീക്ഷയ്ക്ക് സാധാരണ വരാറുള്ളത് അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങളോട് ചോദിക്കും, ഇത് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അങ്ങനെയാണെങ്കിൽ ഇതിലെ തെറ്റെന്ത്? ചിലപ്പോൾ അവർ തെറ്റ് ചായ്ക്കും തരിക, അത് നമ്മൾ ശരിയാക്കി കൊടുക്കേണ്ടി വരും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഒരു മൂലകത്തിന്റെ അകത്ത്, ഒരു എലമെന്റിന്റെ അകത്ത് നമുക്കറിയാം ഒരേപോലെയുള്ള ആറ്റങ്ങളായിരിക്കും ഉണ്ടാവുക, അല്ലെ? ഒരു മൂലകം നമ്മൾ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരേപോലെ ആറ്റങ്ങളായിരിക്കും. അപ്പൊ അവർ തരും എങ്ങനെയാ? ഒരു എലമെന്റിന്റെ അകത്ത്, മൂലകത്തിന്റെ അകത്ത് വ്യത്യസ്ത തരം ആറ്റങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു തരും. അത് നമുക്ക് ശരിയാക്കി കൊടുക്കണം. അത് ശരിയാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡാൾട്ടന്റെ അറ്റോമിക് സിദ്ധാന്തം പഠിക്കണം. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ടും മനസ്സിൽ കുറിച്ച് വെച്ചോ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ പോയിട്ട് പീരിയോഡിക് ടേബിളിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുന്നു, അല്ലെ? ഒരുപാട് യാത്രകളൊക്കെ നൽകി പീരിയോഡിക് ടേബിളിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുന്നു. അതിന്റെ എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചത്, അതിന്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളതാണ്. യെസ്, അതിൽ ആദ്യമായിട്ട് തുടങ്ങിയത് ട്രയാഡ്സ് അഥവാ ത്രികങ്ങൾ, ഡൊബെറൈനറുടെ ത്രികങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ആശയത്തോടു കൂടിയാണ്, അല്ലെ? അതിനുശേഷം അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ത്രികങ്ങൾ എന്ന് പറഞ്ഞാൽ 3 സെറ്റുകളായിട്ട് എലമെന്റ്സുകളെ, മൂലങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ പ്രത്യേകത പഠിക്കുന്ന പരിപാടിയാണ് ഇത് ത്രികങ്ങൾ. അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആര് വന്നു? ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടക നിയമവുമായിട്ട് ആര് വന്നു? നമ്മളെ ന്യൂലാൻഡ് വന്നു. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. ഫസ്റ്റ് ട്രയാഡ്സ്, ഡൊബെറൈനർ വരുന്നു, ന്യൂലാൻഡ്സ് വരുന്നു. ഇതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ആരിലേക്ക് എത്തുന്നു? മെൻഡലിയേഫിലേക്ക് എത്തുന്നു. അല്ലെ? എന്താണ് മെൻഡലിയേഫിന്റെ പ്രത്യേകത? ആദ്യമായിട്ട് എലമെന്റ്സുകളെ അല്ലെങ്കിൽ മൂലങ്ങളെ കറക്റ്റ് ആയിട്ട് ഒരു കള്ളിയൊക്കെ വരച്ച് നല്ല കുട്ടപ്പനാക്കി എഴുതിയത് ആരാണ്? മെൻഡലിയേഫ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മക്കളെ? ഈ മെൻഡലിയേഫ് ആണ്. അപ്പൊ അതിന്റെ അകത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന നല്ല സുന്ദര കുട്ടപ്പനായ പീരിയോഡിക് ടേബിൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ആ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് മറ്റൊരു സയന്റിസ്റ്റ് ആണ്, ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിരിക്കുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. മാറിപ്പോരുത്, ഹെൻറി മോസ്ലി.
ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മെൻഡലിയേഫ് നമുക്കറിയാം ഒരു കള്ളിയൊക്കെ വരച്ച്, ആദ്യമായിട്ട് കള്ളിയൊക്കെ വരച്ച് അറേഞ്ച് ചെയ്ത്. ഇവർ രണ്ടാളും കള്ളിയൊന്നും വരച്ചില്ല കേട്ടോ, ഇവർ നേരത്തെ കൊണ്ട് എഴുതിയാ. പക്ഷേ ഈ സുന്ദരമായിട്ടുള്ള ഒരു കള്ളിയൊക്കെ വരച്ച് അതിൻ്റെ അകത്ത് എഴുതിയത് ആദ്യമായിട്ട് മെൻഡലിയേഫ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞതാ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയാൻ കാരണം. ഓക്കെ, അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തിരുത്തിക്കൊണ്ട് ഇന്ന് കാണുന്ന അടിപൊളി പീരിയോഡിക് ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ സ്കൂളിലെ ചുമരിലെ പീരിയോഡിക് ടേബിളൊക്കെ കാണുന്ന പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയത് ഹെൻറി മോസ്ലി ആണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. മെൻഡലിയേഫ് ഈ മൂലകങ്ങളെ, എലമെന്റ്സുകളൊക്കെ വർഗീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയോ? മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. മറന്നു പോകരുത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരിച്ചത്. എന്നാൽ ഹെൻറി മോസ്ലി തിരിച്ചത് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാരണവശാലും മാറിപ്പോകരുത് മക്കളെ, ഒരു കാരണവശാലും മാറിപ്പോകരുത് കേട്ടോ. ഇത് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ മെൻഡലിയേഫ് തിരിച്ചിരിക്കുന്നത് മാസ് നമ്പറിന്റെ ബേസിലും അതേപോലെ തന്നെ ഹെൻറി മോസ്ലി തിരിച്ചിരിക്കുന്നത് അറ്റോമിക് നമ്പറിന്റെ കാര്യത്തിലുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ഏരിയയിലേക്ക് കടക്കുന്നു. ദാറ്റ് ഈസ് സിംബൽസ് അഥവാ പ്രതീകങ്ങൾ. നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. എച്ച് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്, സി എന്ന് പറയുന്നത് കാർബൺ ആണ്, എൻ എന്ന് പറയുന്നത് നൈട്രജൻ ആണ്, സി എൽ എന്ന് പറയുന്നത് ക്ലോറിൻ ആണ്, ഓക്സിജൻ, ഫ്ലൂറിൻ, ഫോസ്ഫറസ്, കാൽസ്യം, സൾഫർ. ഇനി അങ്ങോട്ടുള്ള ഒന്ന് ശ്രദ്ധിച്ചാണേ. കെ എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്, എൻ എ എന്ന് പറയുന്നത് സോഡിയമാണ്, എം ജി എന്ന് പറയുന്നത് മെഗ്നീഷ്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ എഫ് ഇ എന്ന് പറയുന്നത് ഇരുമ്പ് അഥവാ അയേൺ ആണ്, എ യു എന്ന് പറയുന്നത് ഗോൾഡ് അഥവാ സ്വർണമാണ്, എ ജി എന്ന് പറയുന്നത് സിൽവർ അഥവാ എന്താണ്, വെള്ളിയാണ്. ഞാൻ ഈ വട്ടം വരച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, കറക്റ്റായിട്ട് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ഈ ഒരു ഭാഗമാണ് ഈ ഒരു കാരണം. കാരണം എന്താ അറിയോ, ഇത് പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ലാറ്റിൻ ഷോർട്ടുകളാണ്. ഇതൊക്കെ ഹൈഡ്രജൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഹൈഡ്രജൻ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്, കറക്റ്റ് എച്ച് വരും. ഇനി കാൽസ്യം എഴുതുമ്പോൾ എന്തായാലും ഫസ്റ്റ് 2 ലെറ്റർ വന്നു, സി എ. പക്ഷേ ഇത് യാതൊരു ബന്ധമില്ല. അപ്പോൾ കെ പൊട്ടാസ്യം എന്തുമായിട്ട് ഒരു ബന്ധമില്ല അല്ലേ? കെ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം, അല്ലെങ്കിൽ ഫസ്റ്റ് പി ഒക്കെ വരണ്ടു. പക്ഷേ പി എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പൊ പൊട്ടാസ്യത്തിനെ നമ്മൾ വിളിക്കുന്നത് കെ. എൻ എ എന്ന് പറയുന്നത് സോഡിയമാണ്. അതേപോലെ തന്നെ എഫ് ഇ എന്ന് പറയുന്നത് ഇരുമ്പാണ്, അയേൺ ആണ്. അതേപോലെ തന്നെ എ യു ഗോൾഡ് ആണ്, എ ജി സിൽവർ ആണ്. കൃത്യമായിട്ട് പഠിച്ചേക്കാം. ഞാൻ ഈ റൗണ്ട് ചെയ്തത് ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കാൻ സാധ്യതകളാണ്. മാത്രമല്ല നമുക്ക് ഇനി വരുന്ന ഓരോ ക്ലാസ്സുകളിൽ, അതായത് ഇപ്പോൾ 9ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലും 10ാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാലും നമുക്ക് വേണ്ട ഏറ്റവും ആവശ്യം വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പിൾസുകളാണ് നമ്മൾ പഠിക്കുന്നത്. സാറേ ഇതെല്ലാം പഠിക്കണോ? എല്ലാം പഠിക്കണ്ട, എല്ലാം കൂടി പഠിക്കാൻ നമുക്ക് ഓരോ ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ 8ാം ക്ലാസ് പഠിക്കുന്നത് 8ാം ക്ലാസ് പഠിക്കാം, 9ാം ക്ലാസ്സിലെത്തുമ്പോൾ 9ാം ക്ലാസ് പഠിക്കും, ഇനി 10ലെത്തുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, ഒരു 75% നമ്മൾ പഠിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ഓരോ വർഷങ്ങളിലായിട്ടാണ് ഇത് പഠിക്കുക. അല്ലാണ്ട് എല്ലാം കൂടി പീരിയോഡ് ടേബിൾ നോക്കി ഇപ്പം പഠിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. ആവശ്യമുള്ളതാ ഞാൻ ഈ റൗണ്ട് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. അങ്ങനെ ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ഏരിയയിലേക്ക് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം, ആറ്റങ്ങളുടെ ആകെ എണ്ണം കാണുക. വളരെ സിമ്പിൾ പരിപാടിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ H2O എന്താണ് വിചാരിക്കുക, ഇതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാം? ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം, 1 ഓക്സിജൻ ആറ്റം. ടോട്ടൽ എത്ര ആറ്റങ്ങളുണ്ട്? 3 ആറ്റം. സിമ്പിൾ, മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ. അതിനകത്ത് ഹൈഡ്രജൻ എത്ര ഉണ്ട്, ഓക്സിജൻ എത്ര ഉണ്ട്, ആ ടോട്ടൽ കൂട്ടുക. എന്നാൽ ചില സമയത്ത് എന്ത് ചെയ്യുന്ന അറിയോ, ഇങ്ങനെ തരും. അതായത് 2H2O എന്ന് തരും. ഇത് മോളിക്യൂൾസ് ആണ്. 2 H2O വന്നാൽ എങ്ങനെയാണ്? ഇവിടെ 1 H2O അല്ലല്ലോ, ഇവിടെ 2 H2O. അപ്പൊ ഇങ്ങനെ ഇടത്ത് സൈഡിൽ നമ്പർ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇടത്ത് സൈഡിൽ നമ്പർ വരുമ്പോൾ ആ നമ്പറിനെ പുറത്തിടുക, എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. ഈ നമ്പറിനെ പുറത്തിടുക. എന്നിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കടാ, 2 ഹൈഡ്രജൻ. ഇതാ പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്, 1 ഓക്സിജൻ. അപ്പൊ ഒന്ന് കൂട്ടി നോക്കിയേ, 2 2 + 1 എന്ന് പറയുമ്പോൾ 3. ഇപ്പൊ 2 × 3 അല്ലെ, 2 × 3 എന്ന് പറയുമ്പോൾ 6 ആണ് വരിക. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ആറ്റങ്ങളെ കണക്കാക്കുക. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം, വളരെ സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പൊ നമ്മളോട് പറഞ്ഞു 4 CO2, 4 CO2. ഇതിനകത്ത് ടോട്ടൽ എത്ര ആറ്റം ഉണ്ട് നോക്കി. അപ്പൊ വളരെ സിമ്പിൾ. സാറ് പറഞ്ഞേക്ക് ഈ ഇടത്തുള്ള സൈഡ് നമ്പറിൽ ഈ ഇടത്ത് സൈഡിലെ നമ്പർ നമ്മൾ പുറത്തിടുക, ബ്രാക്കറ്റ് ഇടുക. എത്ര സി ഉണ്ട്? 1 C. പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? 2. നോക്കടാ, 4 പുറത്തിടുക. 1 + 2 എന്ന് പറഞ്ഞാൽ 3. സോ 4 × 3, 4 × 3 എന്ന് പറയുമ്പോൾ 12. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണല്ലോടാ? ഇനി നമുക്ക് വേറെ ഒന്നുകൂടി നോക്കാം. ദാറ്റ് ഈസ്
7NH3 നോക്കടാ 7 പുറത്തിടുക എത്ര N ഉണ്ട് ഒരു N എത്ര ഹൈഡ്രജൻ ഉണ്ട് 3 അപ്പൊ എത്ര വരും 7 1 + 3 എന്ന് പറയുമ്പോൾ 4 വരും 7 4 28 കണ്ടോ ഇത്രയും സിമ്പിൾ ആണ് ഇടത്തെ സൈഡിൽ നമ്പർ വരുമ്പോൾ അത് കോമൺ ആയിട്ട് എടുക്കുക ബാക്കിയുള്ള ആറ്റങ്ങൾ എടുത്ത് കൂട്ടുക അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും ടോട്ടൽ നമ്പർ ഓഫ് ആറ്റങ്ങളൊക്കെ എണ്ണം കിട്ടും അപ്പോൾ ഇത്രയും രസകരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ എജുപോർട്ടിന്റെ ക്ലാസ് 8 സൂപ്പർ ബാച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താണ് നിങ്ങൾ പറയുന്ന നിങ്ങൾ പലരും പറയാറുണ്ട് സാർ അത് ടഫാണ് ഇത് ടഫാണ് പക്ഷെ എജുപോർട്ടിൽ എത്തുന്ന കുട്ടിയെ സംബന്ധിച്ച് ഒന്നും തന്നെ ടഫ് അല്ല എന്ന് ഞാൻ ആദ്യമേ പറയാണ് അതിനുള്ള കാരണം അടിപൊളിയായിട്ട് എടുക്കുന്ന അധ്യാപകന്മാർ തന്നെയാണ് അവരെടുക്കുന്ന റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ PYQ മെന്റർ സപ്പോർട്ട് സബ്ജക്റ്റ് വൈസ് ക്ലാസ് ക്ലബ്ബുകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഫീച്ചേഴ്സുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഫീച്ചേഴ്സുമായിട്ടാണ് ക്ലാസ് 8ന്റെ സൂപ്പർ ബാച്ച് വരുന്നത് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് 3799 3799 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതൊരു മാസത്തെ ഫീസ് അല്ല ഒരു കൊല്ലത്തെ ഫീസാണ് കേട്ടോ ഒരുപാട് ഫീച്ചേഴ്സുകൾ ക്ലാസ് 8 കളർഫുൾ ആക്കാനുള്ള മുഴുവൻ കാര്യങ്ങളുമായിട്ടാണ് എജുപോർട്ട് നിങ്ങളിലേക്ക് വരുന്നത് അപ്പൊ ഈ ഓണം എക്സാമിനോ എന്ത് ചെയ്യുക എജുപോർട്ടിനെ കട്ടയ്ക്ക് കൂടിക്കോ വേഗം തന്നെ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾ എന്താണ് നമ്മളിങ്ങനെ വൈകി കളിച്ചാൽ ഈ നമ്പറുകൾക്ക് ചെറിയൊരു മാറ്റമൊക്കെ വരും അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അത് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷമാണ് അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് സാർ ഇതിന്റെ നോട്ട്സുകളൊക്കെ ഏത് കിട്ടുക ക്വസ്റ്റ്യൻസുകളൊക്കെ എവിടെ കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അതാണ് നമ്മളെ ക്ലാസ് 8ന്റെ കമ്മ്യൂണിറ്റി ചാനലുണ്ട് മക്കളെ അതിലിപ്പോൾ സാറേ അതിലൂടെ ജോയിൻ ചെയ്യാനുള്ള പൈസ ഇല്ല എന്നാണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ പൈസ വേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നേരെ കയറുക അപ്പൊ എന്താണ് ക്ലാസ് 8 ഓണം എക്സാം നമ്മൾ തകർക്കാൻ പോവാണ് കൂടെ കൂടിക്കോ എജുപോർട്ട് കൂടെ തന്നെ ഉണ്ട് ഗുഡ് ബൈ